നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വടക്ക് ദർശനത്തിൽ പണി ചെയ്ത് തീർത്ത 2 ബെഡ്റൂം വരുന്ന മനോഹരമായ ഒറ്റനില വീടാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം വരുന്ന വീടുകളൊക്കെ നോക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും. നമുക്ക് തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഏകദേശം പണി ചെയ്ത് തീരാറായ പ്രോപ്പർട്ടീസാണ്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്കൊരു വീട് വരുന്നത്. പ്രാവച്ചമ്പലം മുളയ്ക്കൽ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു കറക്റ്റ് വീട് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്ററിനകത്ത് മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. സെൻട്രൽ സിറ്റിയിലോട്ട് കയറാനായിട്ട് നമുക്കൊരു 20 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ നമുക്ക് വിടുന്നു കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അപ്പം നല്ല എലിവേഷനുള്ള ഉൾപ്പെടെ നമുക്ക് മനോഹരമാക്കി പണി ചെയ്ത് തീർത്ത 2 ബെഡ്റൂം വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. എലിവേഷൻ കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ നമുക്ക് നല്ല വൈഡ് റേഞ്ചിലുള്ള ഒരു എൻട്രൻസ് തന്നെ നമുക്ക് ഈ വീടിന് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് മുഴുവൻ നമുക്ക് ടാറിട്ട ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എത്ര വലിയ വണ്ടിയായാലും നമുക്ക് സുഖമായിട്ട് കോമ്പൗണ്ടിനകത്ത് കയറാനുള്ള സ്പേസ് നമുക്കിവിടെ തന്നെ ഉണ്ട്. ഒരു കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത ഒരു ഫ്രണ്ടേജാണ് ഈ വീടിന് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോൾ കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. 10x5 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 2 എൻട്രൻസിന് വേണ്ടി 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഉൾപ്പെടെ നമുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് പ്ലാവിൻ തടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളത്. നല്ല എലഗൻറ്റ് ഡിസൈനിലുള്ള ഒരു ഫ്രണ്ട് ഡോർ നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്കൊന്ന് കിടക്കാം. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ നമുക്കൊരു വീടിന് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ്. അത് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ ലിവിങ് ഏരിയയിൽ തന്നെ കിട്ടുന്നുണ്ട്. പാനൽ വർക്കും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനാക്കി തീർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ലിവിങ് ഏരിയയുടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്ലോറിങ് നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 12x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് വരുന്നത്. കോർണറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സൈഡിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ചെറിയ ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളും വയ്ക്കാനുള്ളൊരു ഏരിയയും അതുപോലെ തന്നെ സ്പേസും നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ സ്പോട്ട് ലൈറ്റുകൾ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു പാർട്ടീഷൻ പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കബോർഡ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. 10x12 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അതിന് ഫ്ലോറിംഗ് എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള മനോഹരമായ രീതിയിൽ ഫ്ലോറിംഗ് എല്ലാം ചെയ്ത് നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പാനൽ വർക്കും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷൻ ആക്കിയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയ ആണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ ഫ്ലോട്ടിംഗ് ഡിസൈനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് ടോപ്പ് എൻഡ് വരെ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ഒരു മിററോട് ഉൾപ്പെടെ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ് നമുക്ക് വരുന്നത്. നേരെ എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്കൊരു കിച്ചൺ കിടക്കുന്നത്. നമുക്ക് ഓപ്പൺ രീതിയിലുള്ളൊരു കിച്ചൺ തന്നെയാണ്. പാർട്ടീഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു മനോഹരമായൊരു കിച്ചൺ. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 12x12 ഡയമെൻഷൻ നമുക്ക് കിച്ചണിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന അടിപൊളിയുള്ള പ്രീമിയം രീതിയിലുള്ള ടൈൽസാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന കിച്ചണെല്ലാം നമുക്ക് നല്ല മോഡേൺ രീതിയിലുള്ള വർക്കും കാര്യങ്ങളും തന്നെയാണ് കിച്ചണിലെല്ലാം ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷന് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് വർക്ക്. അത് മുകളിലും താഴെയുമായിട്ട് നല്ല മനോഹരമായ രീതിയിലുള്ള ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കിച്ചണിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ തീമും കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്താണ് ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡെക്കറേറ്റീവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും
12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ മനോഹരമായ ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾ റൂഫ്സ് ആണ്. ഫോൾ സീലിംഗ് വർക്കല്ല, ഈ ഒരു മെത്തേഡിൽ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിത് ചെയ്തെടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് നമുക്ക് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ്, ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. വീട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 BHK ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ ഫ്ലോറിങ്ങും അതുപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റൂം ആണ് നമുക്കിവിടെ. ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലോട്ടിംഗ് മോഡലിലുള്ള ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് അറേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വാൾ റൂഫ്സ് ആണ്. ഈ കാണുന്നതാണ് ഫോൾ സീലിംഗ് എന്ന് പറയുമ്പോൾ ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ ആയിട്ട് ചെയ്തേക്കുന്നത്. AC-യുടെ പോയിന്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ബെഡ്റൂമിൽ വരുന്നതും. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. അപ്പോൾ നമ്മുടെ പ്രാവച്ചമ്പലം മുളയ്ക്കലുള്ള നല്ല മനോഹരമായ 3.5 സെൻറ്റ് സ്ഥലത്ത് 750 സ്ക്വയർ ഫീറ്റിൽ നല്ല മനോഹരമായ 2 ബെഡ്റൂം വരുന്ന ഈ ഒരു കിടിലം വീട് നമുക്ക് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 37 lakhs ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ യോഗ്യമായതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് കാണണമെന്നുണ്ടെങ്കിലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അറിയാനുണ്ടെങ്കിലോ വീടിനെ കുറിച്ചുള്ള എന്ത് ഡീറ്റെയിൽ അറിയാമെന്നുണ്ടെങ്കിലോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് നമുക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.